വെൽക്കം ടു മിന്നൂസ് ടിപ്സ്. ഇന്ന് നമുക്കൊരു കിടിലൻ മീൻകറി ഉണ്ടാക്കിയാലോ. എനിക്ക് കുറച്ച് കൊഴുവ മീൻ കിട്ടിയിട്ട് അത് വെച്ചിട്ട് അടിപൊളി മീൻകറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ദിവസം വെച്ചാലും കേടുവരാത്ത രീതിയിൽ ഒരു അടിപൊളി മീൻകറി ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കൂടുതലുണ്ട് കേട്ടോ മീൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് എനിക്ക് ചെറിയൊരു കഷ്ണം അയിലയുടെ ഒരു കുഞ്ഞ് അയിലയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ അതിലോട്ട് ഇടുകയാണ്. പിന്നെ ഒരു 10-15 ചെറിയുള്ളിയാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചതാണ് കേട്ടോ, ഒന്ന് കല്ല് വെച്ചൊന്ന് ഒതുക്കിയതാണ്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ഞാൻ വാളംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. വാളംപുളിയാണ് നമ്മൾ ഈ മീൻകറിയിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ആ രീതിക്കാണ് ഇവിടെ പുളി എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയൊരു മുടി ആണ് ഞാൻ തേങ്ങ ചിരവി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ തേങ്ങയൊക്കെ ആണെങ്കിൽ ഒരു തേങ്ങ കംപ്ലീറ്റ് എടുത്തിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ഈ ഒരു മീൻകറി വെക്കുന്നത് കുറച്ചല്ല, കുറച്ച് കൂടുതലായിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ പുളി ആദ്യം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അതിൽ ഇതിൻ്റെ നാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി തന്നെ പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട് കേട്ടോ. അതിൽ പുളിയുടെ നാരൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയാണ് വേണ്ടത്. നമുക്ക് തേങ്ങ ആദ്യം തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ചെറിയുള്ളി ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മൺചട്ടിയോട്ട് നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടുതലായിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മുടെ മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായി ചൂടായി കിടക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് ഞാൻ ഇവിടെ ഉലുവ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവ അവിടെ നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് കടുക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കടുകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ചിലയിടങ്ങളിലൊക്കെ കടുകൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ചേർക്കുന്നില്ല. നമ്മുടെ ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് ചതച്ച് വെച്ചത്, 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ചെറിയ ഉള്ളി ഇല്ല എന്നൊക്കെയാണെങ്കിൽ നമുക്ക് സവോള ചേർക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് അങ്ങോട്ട് വരിക കേട്ടോ. പിന്നെ അന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി നമ്മുടെ മീൻകറിക്ക് ടേസ്റ്റ് കൂടുക അല്ലേ. അങ്ങനെ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. പിന്നെ ഞാനിത് അടുപ്പിലാണ് നമ്മുടെ ഒരു മീൻകറി വെക്കുന്നത്. പിന്നെ ഞാൻ മൺചട്ടിയിലും കൂടി ആകുമ്പോൾ പിന്നെ ടേസ്റ്റ് പറയാനുണ്ട്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ചിലവർ നമ്മൾ മീൻകറി വെക്കുമ്പോൾ അതിൽ വെളുത്തുള്ളിയും കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ. എൻ്റെ കാര്യം ഞാൻ പറയാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മീൻകറിയുടെ കറക്റ്റ് ടേസ്റ്റ് ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് വരിക കേട്ടോ. ഇഞ്ചിയുടെയും ചെറിയുള്ളിയുടെയൊക്കെ ഇങ്ങനെ നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. ആ ഒരു വഴറ്റുന്നതിൽ കുറച്ച് നമ്മൾ നോക്കാനുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വഴറ്റിയും കൊണ്ട് അങ്ങനെ കുട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ല. പക്ഷെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. അപ്പോൾ എന്താണെങ്കിൽ നമ്മുടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇട്ട്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് തക്കാളി താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്താണെങ്കിലും ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലോട്ട് ഞാൻ 2 സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്തിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി അപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 സ്പൂണാണ് കേട്ടോ എടുക്കുന്നത്. അതേപോലെ ഞാൻ ഇവിടെ മല്ലിപ്പൊടി ചേർക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് കേട്ടോ. 2 ടീസ്പൂൺ നിറച്ചെടുക്കുന്നില്ല, ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കണ്ട, അതല്ല പെട്ടെന്ന് നമുക്ക് മീൻകറിയൊക്കെ പെട്ടെന്ന് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരച്ചതും പുളിയും എല്ലാം കൂടിയിട്ട് ഒറ്റ മിക്സ് ആക്കുക. എന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. അതൊരു അടിപൊളി എളുപ്പപ്പണി തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താണെങ്കിലും പൊടികൾ ഇങ്ങനെ ഇട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രാവശ്യം നമുക്ക് അടുത്തതിൽ നമുക്ക് അങ്ങനെ പിടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരമായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പുളിവെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മുടെ തേങ്ങ അരപ്പും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം.
ഇനി നിങ്ങൾക്ക് നമ്മുടെ ഈ മീൻ കറി എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇനി വെള്ളം ചേർത്തിട്ട് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്താണെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഞാൻ അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. ഈ ഒരു ഇതാണ് എനിക്ക് ഇത്രയും വേണം കറിയുടെ ക്വാണ്ടിറ്റി കേട്ടോ. അപ്പം ഇതിലോട്ട് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്ര നേരമായിട്ട് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഇതിലോട്ട് കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിലോട്ട് നമ്മുടെ മീനിട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ മീൻ വേവാനായിട്ട് അധികം നേരമൊന്നും വേണ്ട. ചെറിയ ചെറിയ മീനായതുകൊണ്ട് തന്നെ നമ്മുടെ കൊഴുവയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് മാക്സിമം 5-6 മിനിറ്റ് മാത്രം മതി കേട്ടോ നമ്മുടെ ഈ ഒരു കറി ആവാനായിട്ട്. അപ്പോൾ അത് നമ്മുടെ മീൻ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി ഉണ്ടാക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു കിടിലൻ നമ്മുടെ ഈ വിറകടുപ്പിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഈ കൊഴുവ മീൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഒന്ന് കൂടെ ഷെയർ ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്കിലും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.